യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ, പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. ഗ്ലോറി ബി ടു ഗോഡ്. അതെ, യേശു ക്രിസ്തു തൻ്റെ ശരീരയാഗത്താൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചു നമ്മെ തനിക്ക് വേണ്ടി വിശുദ്ധ ജനമായി വീണ്ടെടുത്തിരിക്കുന്നു, നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ കർത്താവിൻ്റെ മകൾ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അത്രമാത്രം നമ്മെ ആഴമായി സ്നേഹിച്ച കർത്താവ് ഇനിയും നമ്മെ വഴി നടത്തുവാൻ സർവശക്തനാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം നമുക്ക് വായിക്കാം. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇഷ്ടത്തിൽ എന്ന് നാം വായിക്കുമ്പോൾ ഏത് ഇഷ്ടത്തിലാണെന്ന് 9-ാം വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തീകരിക്കുന്നതായി നമുക്ക് കാണുവാനിടയായി തീരും. നമ്മുടെ മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണമായി തന്നെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്താണ് ജീവിച്ചത്. യേശു കർത്താവ് പറഞ്ഞു, പിതാവിൻ്റെ വേല തികയ്ക്കുന്നത് അത്രേ എൻ്റെ ആകാരം. അത് ഇവിടെ 10-ാം വചനത്തിൽ നാം വായിക്കുന്ന ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം യേശു ക്രിസ്തുവിന് ചില കഷ്ടങ്ങൾ വരുത്തേണ്ടമെന്നതാണ് 53 യെശയ്യാവ് 53-ന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതെ, അവന് കഷ്ടം വരുത്തേ എന്ന് നാം വായിക്കുന്നു. കഷ്ടം വരുത്തുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി നമുക്ക് വേണ്ടി. ആ യേശു ക്രിസ്തു പൂർണ്ണമായി തൻ്റെ ശരീരത്തെ യാഗമായി സമർപ്പിച്ചു ഈ ലോകത്തിലെ സകല മാനവരാശിക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ആ യേശു കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് നമ്മെ തന്നെ എന്തുകൊണ്ട് സമർപ്പിച്ചുകൂടാ? ഈ നാളുകളിൽ ഈ ഭൂമിയിൽ നാമം ജീവിക്കുമ്പോൾ നമുക്ക് മാതൃക തന്നിച്ചു പോയ യേശു ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളല്ല, നമ്മെ ചുറ്റിയിരിക്കുന്ന വ്യക്തികളുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, റിലേറ്റീവ്സിൻ്റെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മെക്കുറിച്ച് എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നാളും ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം പ്രിയപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗവും നാം സഹിക്കുമെങ്കിൽ നിശ്ചയമായി അതൊരിക്കലും പാഴായി പോകുകയില്ല. സ്തോത്രം. നാം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നു, ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു, എന്നാൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാനായി തീർന്നു. സ്തോത്രം. ആ യേശു ക്രിസ്തു സ്തോത്രം പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ ഈ ലോകത്തിലെ സകല മാനവരാശിക്കും രക്ഷയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്തിൽ ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ആ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുമ്പോൾ നിശ്ചയമായി കർത്താവ് നമ്മിൽ പ്രസാദിക്കും. നാം മുഖാന്തരം, നാം ഓരോരുത്തരും മുഖാന്തരം കർത്താവ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ കർത്താവ് വിടുവിക്കുവാനിടയായി തീരും.
അതെ, യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അതെ, ഈ നാളുകളിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ആരാധിക്കുന്നു, എല്ലാവരും ചർച്ചിൽ പോകുന്നു, എല്ലാവരും കർത്താവിനെ സേവിക്കുന്നു. അതുകൊണ്ട് നാമും സേവിച്ചാൽ സ്വർഗരാജ്യത്തിൽ പോകും എന്നുള്ള കാഴ്ചപ്പാട് മാറ്റി നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം വ്യത്യസ്തമാണ്. അത് നാം ദൈവ ഇഷ്ടം ദൈവസ്ഥനത്തിൽ കാത്തിരുന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് മുന്നേറുമെന്ന് നിശ്ചയമാണ്. ഇവിടെ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ യാഗമായി സമർപ്പിച്ചു. എന്നാൽ മൂന്നാം നാൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം സ്തോത്രം. ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആ ഉയരങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേഗത്തിൽ നമ്മെ ചേർക്കുവാൻ യേശു കർത്താവ് കടന്നു വരും. എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. ആമേൻ, സ്തോത്ര. പിതാവായ ദൈവം യേശുവിനെ ഉയർത്തിയെങ്കിൽ നമ്മയും കർത്താവ് അനുഗ്രഹിക്കും, നമ്മയും മാനിക്കും. ഈ നാളുകൾ ദൈവസ്ഥനത്തിൽ താണിരുന്നുകൊണ്ട് ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഓരോ നാളും ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ യാഗമായി നൽകിയ യേശു കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തതുപോലെ ഞങ്ങളും അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടം മാത്രം ജീവിപ്പാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടമോ ഞങ്ങളുടെ ശുദ്ധീകരണം അത്ര ഓരോ നാളും കർത്താവെ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് വെടിപ്പാക്കിക്കൊണ്ട് നിഷ്കളങ്കവും ആമേൻ, സ്തോത്ര, ശുദ്ധിയുമായുള്ളൊരു മണവാട്ടിയായി ഞങ്ങൾ കാണപ്പെടുവാൻ സമർപ്പിക്കുന്നപ്പ എല്ലാ നന്മകളാൽ നിറച്ചാട്ടെ. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. മേ ഗോഡ് ബ്ലെസ് യു.